ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ഫേസ് വാഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ശംഖുപുഷ്പത്തിൻ്റെ തന്നെ. ഇതും നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് വാഷ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ DM വാട്ടറൊക്കെ എല്ലാവർക്കും അവൈലബിൾ അല്ല. അപ്പോൾ ഈ DM വാട്ടർ കിട്ടിയില്ലെങ്കിലും എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫേസ് വാഷ്, ഇപ്പോൾ പെട്ടെന്ന് ഒരാളൊരു ഓർഡർ തരുന്നത് 2 ഫേസ് വാഷ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും പെട്ടെന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് ലാസ്റ്റ് വരെ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം സ്കിപ്പ് ചെയ്ത് പോയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഷെയ്മാസ് വേൾഡിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിറച്ച് നല്ല ജെല്ലുള്ള 4 ലീഫാണ് എടുത്തിരിക്കുന്നത്. അലോവേരയുടെ 4 ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിനകത്തുള്ള ജെല്ലെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ജെല്ല് എടുക്കാൻ എളുപ്പം എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യാം. ഞാനിപ്പം ഒരു ചെറിയ ഒരു ഇത് തന്നെ 4 കഷ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ 2 സൈഡത്തെ ആ മുള്ളൊക്കെ ഒന്ന് അരിഞ്ഞു മാറ്റിയിട്ട് നമ്മൾ അതിനുള്ളിലുള്ള ജെല്ലി എടുത്ത് ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അലോവേരയുടെ ലീഫ് എടുത്ത് എപ്പോഴും ഫ്രഷ് ജെല്ല് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ആ ജെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചെറിയൊരു ചൊറിച്ചിൽ ചില ജെല്ലുകൾ ഉപയോഗിക്കുന്നവർക്ക് ചില സ്കിന്നുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴുകിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജെല്ലെല്ലാം നമ്മൾ ഇതുപോലെ ലീഫിനകത്തുനിന്ന് റിമൂവ് ചെയ്തെടുത്ത് ഇനി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടു. വെറുതെ സംസാരിച്ച് സമയം കളയുന്നതിൽ നല്ലത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിൽ പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര സ്പീഡിലെല്ലാം പറഞ്ഞു തരുന്നത്. ഇതേപോലെ മിക്സിയുടെ ജാറിനകത്തേക്ക് ജെല്ലെല്ലാം കഴുകിയെടുത്ത് ഇട്ടിട്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തു കൊണ്ടുവരണം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരിക. നമുക്ക് ഏകദേശം ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം. ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം നമുക്ക് ഈ അലോവേരയുടെ ജ്യൂസ് വേവുന്നതിനനുസരിച്ച് നല്ലപോലെ ജ്യൂസ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കളറിന് വേണ്ടിയിട്ട് നമ്മൾ ശംഖുപുഷ്പം ഇതുപോലെ അരച്ചിട്ടോ പൊടിച്ചിട്ടോ അല്ല ഇടുന്നത്. നമ്മൾ നേരിട്ട് ഫ്ലവർ ഈ അലോവേര ജ്യൂസിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിക്കാം. വേണ്ട കളറിനനുസരിച്ച് നമ്മൾ ഫ്ലവർ ഇട്ട് കൊടുക്കുക. ഞാൻ ആ എടുത്ത ഫ്ലവർ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് വേണം ഫ്ലവർ ഇട്ട് കൊടുക്കാൻ. നമുക്ക് കുറഞ്ഞ ഫ്ലവറേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമുക്കതിട്ട് ചെയ്യാം. പക്ഷേ ലൈറ്റ് കളറായിരിക്കുമെന്നേ ഉള്ളൂ. ഇപ്പോൾ എത്രത്തോളം ഫ്ലവർ ഇടുന്നോ അതിനനുസരിച്ച് ഇത് ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു അലോവേര ജ്യൂസുമായിട്ട് കിടന്ന് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ ആ കളർ കംപ്ലീറ്റ് നമുക്ക് ഈ ജ്യൂസിനകത്തേക്ക് ഇറങ്ങി കിട്ടും. അപ്പം ഫ്രഷ് ആയിട്ടുള്ളത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് ഫേസ് വാഷുകൾ തയ്യാറാക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. ഇപ്പോൾ DM വാട്ടറൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ കിട്ടും, എവിടുന്ന് കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലർ ഈ ബാറ്ററിയിൽ ഒഴിക്കുന്ന ഇതൊക്കെയാണ് ഓൺലൈനിൽ നോക്കിയിട്ട് ബാറ്ററിയിൽ ഒഴിക്കുന്ന DM വാട്ടറാണ് കണ്ടത്, ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോസ്മെറ്റിക്കിനായിട്ടുള്ള ഉണ്ടാവും, അത് നോക്കിയാണ് എടുക്കേണ്ടത്. അപ്പം ആ ഒരു DM വാട്ടറൊന്നും കിട്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത്. അതും അലോവേരയൊക്കെ ഒരുപാട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് തയ്യാറാക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതും എന്നാൽ നല്ല നാച്ചുറലായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് വാഷ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിൽ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏതായാലും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ജ്യൂസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീക്കറിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം.
അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നത്. നമുക്ക് എത്ര ഗ്രാം ജ്യൂസ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു ജാറിനകത്ത് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ജ്യൂസിനെ നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ ആദ്യം അരിച്ചെടുത്തിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞ് അലോവേര ലീഫ് ജെല്ല് ജ്യൂസാക്കിയ സമയത്ത് നമ്മൾ അരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഫ്ലവറും കൂടെ നന്നായിട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇത് നന്നായിട്ട് അരിച്ചെടുത്തത്. അപ്പോൾ ഏകദേശം നമുക്ക് 200 ഗ്രാം കിട്ടിയിട്ടുണ്ട്. 200 ഗ്രാം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നല്ല ബ്ലൂ ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ജ്യൂസ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫേസ് വാഷിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫേസ് വാഷിൻ്റെ ബേസും കൂടെ ഒഴിച്ചു കൊടുക്കുക. 200 ഗ്രാം ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്തേക്ക് ഞാനൊരു 400 ഗ്രാം ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 600 ഗ്രാം വരുന്നുണ്ട്, ഉണ്ടോ. അപ്പം നമ്മൾ കറക്റ്റ് 600 ഗ്രാമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ജ്യൂസും ഫേസ് വാഷും തമ്മിൽ അങ്ങോട്ട് മെൽറ്റ് ആവാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം പോലൊക്കെ തോന്നിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഫേസ് വാഷ് ബേസും ജ്യൂസും തമ്മിൽ മിക്സ് ആയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് തിക്നെസ്സിനകത്ത് ഇത് കിട്ടത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. അതുപോലെ 1 സ്പൂണ് വൈറ്റമിൻ ഇയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് മറ്റൊരു പ്രിസർവേറ്റീവും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഫേസ് വാഷ് ബേസിനകത്ത് ആ ബേസിന് വേണ്ട പ്രിസർവേറ്റീവും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് നാൾ, ഇതിനൊരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം. ഇനി നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 10 തുള്ളിക്കുള്ളിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ഫ്രാഗ്രൻസുകൾ സോപ്പിലായാലും ഫേസ് വാഷിലായാലും ഷാമ്പൂലായാലും ഉപയോഗിക്കുന്നത് നിങ്ങളെ കാണിച്ചതിന് ചെയ്യുന്നതേ ഒഴിക്കുന്നുള്ളൂ. അതിൽ ഒരുപാട് ഇരട്ടിയായിട്ടൊന്നും നിങ്ങൾ കാണാതെ ഒഴിക്കുന്നില്ല. കാരണം ഓവറായിട്ട് നമ്മൾ ഒരിക്കലും ഫ്രാഗ്രൻസുകൾ യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വേണ്ട ലൈറ്റായിട്ടുള്ള സ്മെല്ലാണോ ആ രീതിയിൽ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യാവുള്ളൂ. നല്ല അടിപൊളി കട്ടിയിലും അതുപോലെ കളറിലും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു പൊടി ഫുഡ് കളറോ കെമിക്കൽ കളറോ ചേർക്കാതെ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളറിൽ നമുക്ക് ഫേസ് വാഷ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഓരോ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ എപ്പോഴായാലും ബോട്ടിൽസ് നമ്മുടെ വെയിറ്റിംഗ് മെഷീനിലേക്ക് വെച്ച് മൈനസ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇത് നിറയ്ക്കാൻ, ഫേസ് വാഷ് നിറയ്ക്കാൻ. ഇതൊരു 125 ml ബോട്ടിലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 100 ml ഫേസ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ഫേസ് വാഷുകൾ മൊത്തത്തിൽ നമ്മൾ ബോട്ടിലാക്കുക. നമ്മൾ ഓരോന്നായിട്ടായി ബോട്ടിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒഴിച്ച് എത്ര ബോട്ടിൽസ് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ 600 ഗ്രാം ടോട്ടലി എടുത്തിട്ടുള്ള 400 ഗ്രാം ഫേസ് വാഷ് ബേസും 200 ഗ്രാം ജ്യൂസുമായിട്ട് നമ്മൾ മൊത്തത്തിൽ 600 ഗ്രാം ആയിരുന്നു എടുത്തിരുന്നത്. എല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എത്ര ബോട്ടിൽസ് ഇത് കിട്ടിയെന്ന് നോക്കാം. ഫേസ് വാഷ് കിട്ടിയെന്ന് നോക്കാം. ഫുള്ള് നിങ്ങൾക്കറിയാം അലോവേര മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ശംഖുപുഷ്പവും അലോവേര മാത്രമാണ്, വേറെ ഒരു വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് 7 ബോട്ടിൽ ഫേസ് വാഷ് ബേസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മൊത്തം ടോട്ടലി 600 ഗ്രാം ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം വന്നപ്പോഴത്തേക്ക് നമുക്ക് 100 ഗ്രാമിൻ്റെ വീതം 7 ബോട്ടിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫേസ് വാഷ് നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ ഗ്ലേസിങ് തരാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറി നല്ല ഫ്രഷ്നെസ് തരാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ശംഖുപുഷ്പം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫേസ് വാഷ് അയച്ചു തരുന്നതായിരിക്കും. കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം.
അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. നമ്മുടെ പ്രോഡക്റ്റുകൾ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലിപ് ബാം, ക്രീം, സോപ്പ്, ഫേസ് വാഷ്, ഷാമ്പു, ഫേസ് ക്രീം ഇതെല്ലാം റീസെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഒരുപാട് കസ്റ്റമർ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് റീസെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണച്ചന്തയ്ക്കൊക്കെ കണ്ടമാനം സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ എടുത്ത് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും വീട്ടിലിരുന്നൊരു വരുമാനം എന്നുള്ള മാർഗ്ഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഫോൺ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.